നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസിന്റെ ഒരു ഘട്ടം പരീക്ഷ മാറ്റിവെച്ചില്ലേ, അതായത് രണ്ടാം ഘട്ട പരീക്ഷ. അത് എന്ന് നടത്തും, സെപ്റ്റംബർ മാസമാണോ എന്നൊക്കെ കുറച്ച് ഊഹാപോഹങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ PSCയുടെ ഭാഗത്ത് നിന്നും പുതുക്കിയ തീയതി വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമാണ് ആ ഒരു പരീക്ഷ, അതായത് മാറ്റിവെച്ച റദ്ദാക്കിയ ആ രണ്ടാം ഘട്ട പരീക്ഷ, 10th പ്രിലിംസിന്റെ രണ്ടാം ഘട്ട പരീക്ഷ ഓഗസ്റ്റ് മാസമാണ് നടക്കാനിരിക്കുന്നത്. അപ്പൊ PSCയുടെ ഔദ്യോഗിക അറിയിപ്പാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റദ്ദ് ചെയ്ത 18/7/2026 തീയതിയിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷയും കൂടാതെ അന്ന് രാവിലെ ഒരു സ്കൂളിലെ കുട്ടികൾ പരീക്ഷ എഴുതിയില്ലേ, ചോദ്യപേപ്പർ മാറി, അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. 18/7/2026 തീയതിയിൽ രാവിലെ 10 മുതൽ 11:35 വരെ ആലപ്പുഴ ജില്ലയിലെ ലജനത്തുൽ മുഹമ്മദിയ HSS സ്കൂളിലെ സെന്റർ 2 HSS വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള പുനഃപരീക്ഷയും അപ്പൊ ഒരുമിച്ചാണ് നടത്തുന്നത്. 2026 ഓഗസ്റ്റ് 22 തീയതിയിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ, രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്, എല്ലാരെയും ഈ ഒരു വിവരം അറിയിച്ചോണം. കൂടാതെ ഓഗസ്റ്റ് മാസം 22-ന് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ പരീക്ഷ എഴുതാൻ വേണ്ടി ഇരുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി സമയം കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മാസത്തോളം സമയം കിട്ടിയിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 21-നെ ഈ ഓഗസ്റ്റ് 22-ന് നടത്താനിരുന്ന ലീഗൽ മെട്രോളജി വകുപ്പിലെ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് ഒരുപാട് ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ്. കാറ്റഗറി നമ്പർ 883/2025, 647/2025. ഈ ഒരു പരീക്ഷ 2026 നവംബർ മാസം 21-നായിരിക്കും നടത്തുന്നത്. അപ്പോ ഒക്ടോബർ മാസത്തിലെ കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷ വരാൻ പോവാണ്, എല്ലാരും അറിഞ്ഞു കാണും. അപ്പൊ ഇത് ഒരു പ്രസിദ്ധീകരണത്തിന് ഒരു അറിയിപ്പായിട്ട് വന്നതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാം എന്ന് കരുതിയതാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഓ, പ്രിലിംസ് ഒന്നാം ഘട്ടം 10th പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാര്, ഇനി പ്രിലിംസ് വരാനിരിക്കുന്ന ആൾക്കാര്, അവരൊക്കെ പ്രിലിംസ് മാത്രം മുന്നിൽ കാണാതെ നിങ്ങളെ യഥാർത്ഥ കടമ്പ എന്താണ്? മെയിൻസ് അല്ലേ? മെയിൻസിന്റെ സ്റ്റഡി കൂടി ഇതിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തോണം. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രിലിംസിന് പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ മെയിൻസിനും ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോയിക്കോളാം. നമ്മുടെ മെയിൻസിന്റെ ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിന്റെ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫീസ് 1299 മാത്രമേ വരുന്നുള്ളൂ. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ് ആകട്ടോ. അതായത് GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റൽ എബിലിറ്റി, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പഴയ SCRT, പുതിയ SCRT, ഇപ്പൊ NCERT ജോഗ്രഫി ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ചാപ്റ്റേഴ്സ് നമ്മുടെ ഓൾറെഡി ഉള്ള ബാച്ചുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ ബാച്ചിലും NCERT ക്ലാസ് അവൈലബിൾ ആയിരിക്കും. തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. ശനി ഞായറും റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച രാത്രി പരീക്ഷ. ആ ഒരു രീതിയിലാണ്. എന്റെ ഫുൾ സപ്പോർട്ടോടുകൂടെ ഗൈഡൻസ് ഉള്ള ബാച്ചാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1299 മാത്രമേ ഫീസ് വരുന്നുള്ളൂ. സീറ്റ് ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സ്ആപ്പ് നമ്പറും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. അവര് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ പരീക്ഷ വരാൻ പോകുന്നു. ഇനി മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ അർപ്പിച്ചങ്ങ് ഇറങ്ങിയേക്കാം. നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിൽ ജോലി നേടിയെടുക്കാൻ സാധിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ തന്നെ തെളിയിച്ച കാര്യമാണ്. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.